കൊല്ലങ്കോട് ഉപജില്ലാതല സംസ്കൃത ദിനം ആചരിച്ചു. ശ്രാവണ ദിനത്തിലെ പൂർണ്ണ ചന്ദ്രദിനത്തിലാണ് ലോക സംസ്കൃത ദിനാചരണം നടത്തുന്നത്. പുരാതന ഇന്ത്യൻ ഭാഷയെക്കുറിച്ച് പുതുതലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വടവന്നൂർ AMM UP സ്കൂളിൽ കെ ബാബു MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഷാപരമായി സംസാരിക്കുന്ന ലോകത്തെ ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നുമില്ല. ചുമ്മാ നുണ പറയുന്നു. ഞാൻ ഇപ്പോഴെ ചരിത്രത്തിൽ എടുത്തു നോക്കി. ഭാരതം ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ, ഭാരതമല്ല. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 10 ഗോത്ര സമൂഹത്തിലെ ഒരു ഗോത്രത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഭാരതം എന്ന് പറയുന്നത്. ആ ഗോത്ര സമൂഹത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. ലോകത്തെ എല്ലാ ചരിത്രപരമായി എടുത്തു പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ആദ്യമായി വിളിച്ചത് യൂറോപ്യന്മാരാണ്. അറബികളൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഈ ഇന്ത്യ എന്ന ഈ അക്ഷരം ഇല്ല. സിന്ധു ആണ്, സായില്ല. അങ്ങനെയാണ് ഇന്ത്യ സിന്ധു നദി തട സംസ്കാരം ഉൾപ്പെടുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഭാഷ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ വടക്കും കിഴക്കും പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗമായി ഈ നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറി വന്ന ആര്യന്മാരുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷ. ദ്രാവിഡ ഭാഷയിലെ അല്ല. വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലങ്കോട് സഹവിദ്യാഭ്യാസ ഓഫീസർ D സൗന്ദര്യ സംസ്കൃത സന്ദേശം നൽകി. വടവന്നൂർ AM UP സ്കൂൾ പ്രധാനാധ്യാപിക K ലിസ സംസ്കൃത പ്രഭാഷണം നടത്തി. ശാസ്ത്രവും തത്വചിന്തയും പരിപോഷിപ്പിച്ച ഭാഷയാണ് സംസ്കൃതമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. P സ്മിത സംസ്കൃതത്തിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊല്ലങ്കോട് സംസ്കൃത അധ്യാപക കൗൺസിൽ സെക്രട്ടറി V ധന്യ, റിട്ടയർഡ് സംസ്കൃത അധ്യാപകൻ ത്യാഗരാജൻ, കുമാരി റിഥിന, PA രാജീവ്, സുമാ ഷാജി, P രാമചന്ദ്രമേനോൻ, ശാന്തി പൈ, സുശീല, മഞ്ജുഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.